റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എങ്ങും അവനുണ്ട്. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എങ്ങും അവനുണ്ട്. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എങ്ങും അവനുണ്ട്. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. മനുഷ്യരുടെ മുൻപിൽ തെറ്റു ചെയ്യാതെ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കുന്ന യേശുവിൻ്റെ ചിത്രം ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുറിവേറ്റ് നിൽക്കുന്ന യേശു, ഒരു കുറ്റവാളി എന്ന് ചിത്രീകരിക്കപ്പെട്ട് നിൽക്കുന്ന യേശുവിൻ്റെ ആ ചിത്രം. പിലാത്തോസിന് മുൻപിൽ രോമം കത്തിരിക്കാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നുകൊടുത്തു. ഒരു പരാതിയുമില്ല, ഒരു പരിഭവമില്ല. നിങ്ങൾക്ക് തയ്യാറുണ്ടോ? സഹനത്തിലേക്ക് പലരും നിങ്ങളെ തള്ളിവിടുമ്പോൾ നിശബ്ദമായിട്ട് നിന്ന് സഹിക്കുവാൻ, എല്ലാവരും നിങ്ങളെ കല്ലെറിയുമ്പോൾ കല്ലേറ് മേടിക്കുവാൻ, ക്രിസ്തുവിനെ പറി ഏറ് മേടിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെ നിങ്ങളെ ചതിക്കുമ്പോൾ, ഒറ്റിക്കൊടുക്കുമ്പോൾ അവന് വേണ്ടി നിന്ന് സഹിക്കുവാൻ തയ്യാറുണ്ടോ? ചിലരെങ്കിലുമൊക്കെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിതം ബലിയായി കൊടുത്തവരുണ്ട്. ഒരിക്കലൊരു സഹോദരൻ വിദേശത്ത് വെച്ച് എന്നോട് പങ്കുവെച്ച അനുഭവമാണ്. ഒരു 55 വയസ്സോളം പ്രായമുള്ള സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ കൂടെയുണ്ട്, 24 വയസ്സ് പ്രായമുണ്ട്. ആ മകൻ പറയുക, ഈ രാജ്യത്ത് ഞാൻ വന്നിട്ട്, ഒരു ഗൾഫ് രാജ്യമാണ്, ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 24 വർഷത്തോളമായി. ആദ്യം ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഈ രാജ്യം ഇത്രമാത്രം വളർന്നിട്ടില്ലായിരുന്നു. അന്ന് എനിക്ക് ആദ്യം കിട്ടിയ പണി റോഡിൻ്റെ ടാറിങ്ങിൻ്റെ ജോലിയായിരുന്നു. നോക്കിയാൽ നിങ്ങൾ, ഗൾഫ് രാജ്യത്ത് ടാറിങ്ങിൻ്റെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഇന്ന് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ടാറിങ് നടക്കുന്നു. അന്ന് മനുഷ്യനാ ആ പൊള്ളുന്ന 45, 50, 55 ഡിഗ്രി ചൂടുള്ള ആ മരുഭൂമിയിൽ നിന്ന് പൊള്ളുന്ന വെയിലത്ത് പണിയെടുക്കുന്നത്. എന്നിട്ടോ ഇതുപോലെ എ സി ഒന്നുമില്ല. 10, 25, 30 വർഷം മുമ്പ് ആ മകൻ പറയുന്നു, അവർക്ക് താമസിക്കാനുള്ളത് വെറും ടിൻ ഷീറ്റ്, തകര ടിൻ ഷീറ്റിട്ട വെറും അടച്ചുപൂട്ടിയ മുറികൾ. പൊള്ളുന്ന ചൂടിനകത്ത് ബന്ധു ജീവിച്ചുകൊണ്ട് പണിയെടുത്തു. എന്നിട്ടോ ആ സഹോദരൻ പറയുക, എനിക്ക് 5 സഹോദരങ്ങളുണ്ട്, 3 പെങ്ങന്മാരും 2 സഹോദരങ്ങളും. അധ്വാനിച്ച് കിട്ടിയത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുത്തു.
എല്ലാം അവർക്ക് വേണ്ടി കൊടുത്തു. അവരെയൊക്കെ പഠിപ്പിച്ചു. പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചയച്ചു. സഹോദരങ്ങൾക്ക് ഗവൺമെൻറ് സർവീസ് ജോലിയായി. മാതാപിതാക്കൾ പറഞ്ഞു, ഈ വീടും സ്ഥലമൊക്കെ നിൻ്റേതായിരിക്കും. കാരണം കുടുംബത്തിനു വേണ്ടി എല്ലാം ജീവിതം കൊടുത്ത ആ സഹോദരന് വിവാഹം കഴിച്ചു. 2 മക്കളുമായി. ഇടയ്ക്കൊക്കെ ഭാര്യ പറയാറുണ്ട്, മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യമൊക്കെ ഓർത്ത് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യാവുള്ളൂ. അവസാനം ഭാര്യ പറഞ്ഞതുപോലൊക്കെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു. കുടുംബം വീതം വയ്ക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട സ്ഥലം റോഡ് സൈഡും വീടും മറ്റുള്ളതെല്ലാം ഇളയ മക്കൾക്കായിട്ട് അപ്പനും അമ്മയും കൂടെ പങ്കുവെച്ച് കൊടുക്കുക. ഒരു മൂലയ്ക്ക് ഒരു 1/2 ഏക്കർ സ്ഥലം, ഒരു വണ്ടി പോലും കയറി ചെല്ലാത്തടത്ത് 1/2 ഏക്കർ സ്ഥലം അപ്പൻ കൊടുക്കുക. ആ ഭാര്യ മുഖത്ത് നോക്കി ചോദിച്ചു, ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതൊന്നും ഓർത്തില്ല. ഇന്ന് ആ മനുഷ്യൻ എന്നോട് പറയുക, എൻ്റെ ഭാര്യയും ഇളയ മോനും നാട്ടിൽ വാടക വീട്ടിൽ താമസിക്കുന്നു. എൻ്റെ മൂത്ത മോന് 24 വയസ്സ്, അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ അധ്വാനിക്കുകയാണ്. റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് ഒരു വീടൊക്കെ വെച്ച് ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടി വർഷങ്ങളോളം കുടുംബത്തിന് വേണ്ടി രക്തം വിയർപ്പാക്കി കഷ്ടതയിലൂടെ സഹനങ്ങളിലൂടെ ജീവിച്ച ആ മനുഷ്യൻ മാതാപിതാക്കളാൽ സഹോദരങ്ങളാൽ പുറന്തള്ളപ്പെടുകയാണ്. ആ മകൻ പറയുന്നു, എനിക്കൊരു പരാതിയുമില്ല. ദൈവം എൻ്റെ കുടുംബത്തെ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ മക്കളെ ഉപേക്ഷിക്കത്തില്ല. എനിക്ക് ആരോഗ്യമുണ്ട്. എൻ്റെ മോനിതെ കണ്ടോ, അവനും ആരോഗ്യമുണ്ട്. ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ സമ്പാദിക്കും. ആരോടും പരാതിയില്ല. ഹല്ലേലൂയ. ഇതുപോലെയൊക്കെ നീറുന്ന അനുഭവങ്ങൾ ചിലരുടെ എങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ട്. ഏതാനും നാളു മുമ്പ് ധ്യാനിക്കാനായിട്ട് വന്നൊരു സഹോദരി, 45 വയസ്സ് പ്രായമുണ്ട്, UK ജോലി ചെയ്യുന്നു. അവൾ വിവാഹം കഴിക്കുവാൻ മറന്നുപോയി. ദരിദ്ര കുടുംബം, മൂത്ത കുട്ടി നഴ്സിംഗ് പഠിച്ചു, കഷ്ടപ്പെട്ടവള് അങ്ങനെ ജോലി ചെയ്തു. UK വർഷങ്ങളായി. കുടുംബത്തിന് വേണ്ടി 5-6 സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ജീവിച്ചു, അവരെ പഠിപ്പിച്ചു, വിവാഹം കഴിപ്പിച്ചു, കുടുംബത്തെ നോക്കി, നല്ല വീട് പണിതു, എല്ലാം ചെയ്തു. അവളെ മാതാപിതാക്കന്മാർ ഒരു കറവ പശുവിനെ പോലെ കരുതി. അവൾ കുടുംബത്തിന് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുത്തു. ഇന്ന് അവൾക്ക് കൂട്ടിന് ആരുമില്ല. വയസ്സ് 45 കഴിഞ്ഞു. അവിടെ കണ്ണുകളിലൂടെ ചൂട് കണ്ണുനീരൊഴുകുക. അവൾ പറയുന്നു, ബ്രദറെ, ആരോടും എനിക്കൊരു പരാതിയില്ല. മാതാപിതാക്കളോട് എൻ്റെ കാര്യം ഓർത്തില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ മറന്നുപോയി, എല്ലാം ജീവിതത്തിൽ അസ്തമിച്ചു. അവൾ പറയുക, ഇന്ന് നാട്ടിൽ വന്നാൽ എൻ്റെ സഹോദരങ്ങൾക്ക് പോലും എന്നെ പുച്ഛമാണ്. അവർക്ക് പോലും വീട്ടിൽ 2 ദിവസം താമസിച്ച് വരുമ്പോൾ സഹോദരന്മാരുടെ നാത്തുമാരൊക്കെ ഭാര്യമാരുണ്ടല്ലോ, നാത്തുമാർ, മാതാപിതാക്കളൊക്കെ പ്രായമായി. അവൾ പറയുക, ആരുമില്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ട ദുഃഖത്തിൻ്റെ തുരുത്തിൽ അവൾ ഇന്ന് ഒറ്റയ്ക്കാണ്. അവൾ പറയുന്നു, എനിക്ക് ആരോടും ഒരു പരാതിയില്ല. എൻ്റെ ജീവിതം ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തതാ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാ ഞാൻ ഈ പങ്കുവെക്കുന്നത്. ഇതാണ് ക്രൂശിക്കപ്പെടൽ. കുരിശിൽ, ക്രിസ്തുവിനെ തറച്ച കുരിശിൽ, അതിൻ്റെ മറുപുറത്ത് അവൾ തറക്കപ്പെടുകയായിരുന്നു. ഈ തറക്കപ്പെടുന്ന കുരിശിൻ്റെ ജീവിതത്തിലേക്ക് യേശു നിങ്ങളെ വിളിക്കാൻ അവൻ വിളിച്ചുകൊണ്ടിരിക്കുക. ക്രൂശിൽ തറക്കപ്പെടുവാൻ നിങ്ങളിൽ എത്ര പേരുണ്ട്? അവൻ്റെ മുറിവിനോട് ചേർന്ന് ജീവിതം സമർപ്പിച്ചു സഹിക്കുവാൻ, കുരിശെടുക്കുവാൻ, കുരിശിൻ്റെ വഴിയിൽ തളർന്നു വീഴുമ്പോൾ ഒരുപക്ഷെ നിന്നെ താങ്ങുവാൻ ആരുമുണ്ടാവത്തില്ല, നിന്നെ ചവിട്ടുവാൻ പലരും കാണും. പക്ഷേ യേശു നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. മുറിവേറ്റവൻ, കുരിശുമായിട്ട് കമഴ്ന്നു വീണവൻ, ചമ്മട്ടിയടിയേറ്റവൻ, തകർക്കപ്പെട്ടവൻ നിന്നെ നെഞ്ചോട് ചേർക്കും. കുരിശിൻ്റെ വഴിയിൽ നിന്നെ മാറോട് ചേർക്കുവാൻ മുറിവേറ്റ ക്രിസ്തുവുണ്ട്. 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു.
പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോസ്തലൻ പറയുക, എനിക്ക് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, ക്രിസ്തുവിനെ കുറിച്ച്, അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് മാത്രം എനിക്ക് കേട്ടാൽ മതി, അവനെക്കുറിച്ച് മാത്രം എനിക്കറിഞ്ഞാൽ മതി, മറ്റൊന്നും എനിക്കറിയണ്ട. പ്രൈസ് ദി ലോർഡ്. മുറിവേറ്റ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം എനിക്ക് കണ്ടാൽ മതി, അവനെക്കുറിച്ച് മാത്രം എനിക്ക് കേട്ടാൽ മതി, അവനെക്കുറിച്ച് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുനീരും മുറിവുകളും സങ്കടങ്ങളൊക്കെ യേശു കാണുന്നുണ്ട്. സഹനത്തിൻ വേളകളെല്ലാം നിശബ്ദനായി ഞാൻ കരഞ്ഞു. ആ നേരമീശോനാഥൻ സാന്ത്വന വചനങ്ങൾ മൊഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളെല്ലാം നാളെ നിൻ മഹത്വമായി മാറും. ഇന്നത്തെ വേദനയെല്ലാം